ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. 15ാമത്തെ ഹദീസാണ് നമ്മൾ ഹദീസ് പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. സ്വർഗീയ ഭാവനമൊരുക്കുന്ന 12 റക്അത്ത് എന്നാണ് ഇന്നത്തെ വിഷയം. അൻ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു ഹബീബ റംലത്ത് ബിൻത് അബി സുഫിയാൻ قالت سمعت رسول الله صلى الله عليه وسلم يقول ما من عبد مسلم يصلي الله تعالى كل يوم 12 ركعة تطوعا غير فريضة إلا بنى الله له بيتا في الجنة أو إلا بني له بيت في الجنة. മുസ്ലിമായ ഒരു ദാസൻ ഓരോ ദിവസവും നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്തായി 12 റക്അത്തുകൾ അള്ളാഹുവിനായി നമസ്കരിക്കുന്നുവെങ്കിൽ അവൻ്റെ പകരമായി സ്വർഗത്തിൽ അള്ളാഹു ഒരു വീട് നിർമ്മിച്ചു നൽകാതിരിക്കുകയില്ല. നമസ്കാരം അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ്. നിർബന്ധ നമസ്കാരങ്ങളിലെ വീഴ്ചകൾ പരിഹരിക്കാനും അള്ളാഹുവിൻ്റെ പ്രത്യേക സ്നേഹം നേടിയെടുക്കാനും റവാത്തിബ് സുന്നത്തുകൾ, നിർബന്ധമായ നമസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ നമ്മൾ സഹായിക്കുന്നു. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച ഹദീസിൻ്റെ വിശകലനം ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് റവാത്തിബ് സുന്നത്തുകളുടെ മഹത്വത്തെയാണ് അറിയിക്കുന്നത്. വാഗ്ദാനം അത് സ്വർഗമാണ്. സ്വർഗത്തിലൊരു പ്രത്യേക ഭവനം, കൊട്ടാരം ആണ് നിബന്ധന. ദിവസവും 12 റക്അത്തുകൾ പതിവാക്കുക. ഇനി ഒരു ഹദീസിലെ ഗുണപാഠം എന്താണ്? ഭൗതിക ലോകത്തൊരു വീട് നിർമ്മിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ വെറും 12 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിലൂടെ സ്വർഗത്തിൽ ശാശ്വതമായ ഒരു കൊട്ടാരം പണിയാൻ നമുക്ക് സാധിക്കും. 12 റക്അത്തുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചറിയേണ്ടതുണ്ട്. ഈ 12 റക്അത്തുകൾ ഏതെല്ലാമാണെന്ന് ഇമാം തുർമിദി റഹ്മത്തുള്ളാഹിയുടെ നിവേദനത്തിൽ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ളുഹറിന് മുമ്പ് 4 റക്അത്ത്, ളുഹറിന് ശേഷം 2 റക്അത്ത്, മഗ്രിബിന് ശേഷം 3 റക്അത്ത്, ഇശാക്ക് ശേഷം 2 റക്അത്ത്, സുബഹിക്ക് മുമ്പ് 2 റക്അത്ത്. ഇപ്പോൾ സുബഹിക്ക് എഴുന്നേറ്റ സുബഹിക്ക് മുമ്പ് 2 റക്അത്ത്, ളുഹറായ ബാങ്ക് കൊടുത്തതിന് ശേഷം ളുഹർ ജമാഅത്തിന് മുമ്പ് 4 റക്അത്ത്, ളുഹർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം 2 റക്അത്ത്, മഗ്രിബിന് ശേഷം 2 റക്അത്ത്, ഇശാക്ക് ശേഷം 2 റക്അത്ത്. അപ്പോൾ എന്താണ് റവാത്തിബ് നമസ്കാരം? നിർബന്ധ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങളാണ് റവാത്തിബ് സുന്നത്തുകൾ. എന്നാണ് അവയുടെ പ്രാധാന്യവും മഹത്വവും. സ്വർഗത്തിലൊരു കൊട്ടാരം അത് ലഭിക്കും. റവാത്തിബ് സുന്നത്തുകൾ പതിവാക്കുന്നവർക്ക് സ്വർഗത്തിലൊരു വീട് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അന്ത്യനാളിൽ ഒരു അടിമയുടെ കർമ്മങ്ങളിൽ ആദ്യം വിചാരണ ചെയ്യപ്പെടുക നമസ്കാരത്തെക്കുറിച്ചാണ്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അള്ളാഹു മലക്കുകളോട് ചോദിക്കും, ഇവൻ്റെ പക്കൽ വല്ല സുന്നത്ത് നമസ്കാരങ്ങളും ഉണ്ടോ എന്ന് നോക്കൂ. അങ്ങനെ സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ട് നിർബന്ധ നമസ്കാരത്തിലെ കുറവുകൾ പരിഹരിക്കപ്പെടുകയും ചെയ്യും. ദുനിയാവിനേക്കാൾ വലിയ നേട്ടം സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റവാത്തിബ് സുന്നത്തുകളിൽ ഏറ്റവും പ്രാധാന്യമേറിയത് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്താണ്. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്തുകൾ ഈ ലോകത്തെക്കാളും അതിലുള്ള സർവ്വ വസ്തുക്കളെക്കാളും ഉത്തമമാണ് എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. നരകത്തിൽ നിന്നുള്ള സംരക്ഷണം അത് പ്രധാനമാണ്. ളുഹർ നമസ്കാരം, ളുഹറിന് മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾക്ക് വലിയ പ്രതിഫലമുണ്ട്. ആരെങ്കിലും ളുഹറിന് മുമ്പ് 4 റക്അത്ത്, ശേഷം 4 റക്അത്തും നിത്യമാക്കിയാൽ അള്ളാഹു അവന് നരകത്തെ ഹറാമാക്കും, നിഷിദ്ധമാക്കും. അള്ളാഹുവുമായുള്ള അടുപ്പമുണ്ടായിരിക്കും സുന്നത്തിലൂടെ. സുന്നത്ത് നമസ്കാരങ്ങൾ ഒരു വിശ്വാസിക്ക് അള്ളാഹുവുമായുള്ള ബന്ധം സുദൃഢമാക്കുകയും അവൻ്റെ സ്നേഹം നേടിയെടുക്കാനുള്ള എളുപ്പ വഴി കാണിക്കുകയും ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക, പ്രവാചകൻ സല്ലല്ലാഹു മാതൃക, അത് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സുന്നത്തുകൾ കൃത്യമായി നിർവഹിക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്തുകൾ അദ്ദേഹം യാത്രയിലായാലും ഉപേക്ഷിക്കാറില്ലായിരുന്നു. ഹൃദയത്തിന് സമാധാനം കിട്ടുന്ന കാര്യമാണ് റവാത്തിബുകൾ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത്.
അധികമായി ചെയ്യുന്ന ഓരോ നമസ്കാരവും വിശ്വാസിയുടെ ഈമാൻ വർദ്ധിപ്പിക്കുകയും മനസ്സ് ശാന്തി നൽകുകയും ചെയ്യും. നിർബന്ധ നമസ്കാരങ്ങളുള്ള ആദരവാണ് ഈ സുന്നത്തുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിലായിരിക്കുമ്പോൾ പോലും ഉപേക്ഷിക്കാത്ത നമസ്കാരങ്ങളാണ് സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത്. വീടുകളിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കുന്നത് കൂടുതൽ പുണ്യകരവും വീടിനത് ബർക്കത്തുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു നമ്മളെല്ലാവരെയും റവാത്തിബുകൾ നമസ്കരിച്ചതിൻ്റെ പ്രതിഫലത്തിലേക്ക് എത്തിച്ചു തരുമാറാകട്ടെ.